ഇതാണ് മക്കളെ ഫ്രഷ് വെള്ളം ചേർക്കാതെ വൃത്തിവാൽ. ഹലോ മച്ചന്മാരെ, ഇപ്പൊ നമ്മള് ക്ലാസ് കഴിഞ്ഞ് റൂമിലൊക്കെ പോകുന്ന വഴിയാട്ടോ. ഇപ്പൊ ഭയങ്കര ക്ഷീണം, നല്ല വെയിലുള്ള ഒരു സമയമാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചെന്ത് എന്നാലും പിന്നെ ഒരു ആസിറിൽ ബുർത്തുകാല് കുടിക്കാൻ പോരാന്ന്. ആസിറിൽ ബുർത്തുകാൽ എന്താന്നല്ലേ കാണിച്ചു തരാം. മിസ്രിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സംഭവമാണ് ആസിറിൽ ബുർത്തുകാൽ. നമ്മളെ കൂടെ കുടിക്കാൻ പോയ സൊഫാൻ അതുപോലെ സാദിഖിനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കുടിക്കാൻ പോരാ. ഞങ്ങളിപ്പോ ക്യാമ്പസിന്റെ പുറത്തെത്തിയിടാം. വണ്ടി കയറുന്ന സ്ഥലത്തോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് വണ്ടി കയറുന്ന സ്ഥലത്തോട്ട്. അവിടുന്ന് 5 രൂപ കൊടുത്തിട്ട് വേണം ഞങ്ങളെ റൂമിൽ നിൽക്കുന്ന സ്ഥലത്തോടെ എത്താൻ. അവിടെയാണ് ഞങ്ങളെ ജ്യൂസിന്റെ കട ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു വണ്ടി കയറുന്ന സ്ഥലത്ത് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി കാത്തുന്ന സ്ഥലത്ത് വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മളെ സുഹൃത്ത് അബ്ദുറഹ്മാൻ, നൈജീരിയക്കാരനാണ്. മാഷാ അല്ലാഹ്, നല്ല അറബിക്കും ഇംഗ്ലീഷും നല്ല അടിപൊളിയായിട്ട് സംസാരിക്കും. ഹി സ്പീക്ക് ഇംഗ്ലീഷ് വെൽ, നോ? യെസ്, മാഷാ അല്ലാഹ്. പിന്നെ അതുപോലെ ഇവിടെയൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ സൊഫാൻ ഇവരൊക്കെ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങളെ വണ്ടി വന്ന് വണ്ടിയിൽ കയറാം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുടിക്കാൻ പോവാട്ടെ, ബുർത്തുകാല് കുടിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഓർഡർ ആക്കണം കേട്ടോ. അവിടുന്ന് എന്താ പറയുക, കരിമ്പ് ജ്യൂസും ഉണ്ട്, അതുപോലെ ബുർത്തുകാലുണ്ട്, അതുപോലെ അതുപോലെ അസ്ബ് ഉണ്ട്. അസ്ബ് എന്ന് പറഞ്ഞാൽ കരിമ്പ് ജ്യൂസാണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു അസ്ബും ഒരു 2-3 ബുർത്തുകാലും സലാസ ബുർത്തുകാൽ. അസ്സലാമു അലൈക്കും. വാഹിദ് അസ്ബ് സലാസ ബുർത്തുകാൽ. لا ثلاثة برتقال. ثلاثة نعم. ഇതാണ് മക്കളെ ഫ്രഷ് വെള്ളം ചേർക്കാതെ ബുർത്തുകാൽ. മാമ പോയി കുടിക്കാം. ഇതാണ് ബുർത്തുകാൽ. ബുർത്തുകാൽ എന്ന് പറഞ്ഞാൽ അറബിയിൽ ബുർത്തുകാൽ എന്നും ഇവിടുത്തെ ആമ്യായ ഭാഷയിൽ ബുർത്തുകാൽ എന്നാ പറയാം. അസുറുൽ ബുർത്തുകാൽ, ബുർത്തുകാൽ എന്നാണ് ആമ്യായിട്ട് പറയാം. സാധാരണ ബുർത്തുകാൽ എന്നാണ് ഇതിൻ്റെ അറബിയിലൊക്കെ പറയാം. ഇതിന് നാരങ്ങ ജ്യൂസ്, അതായത് ബുർത്തുകാൽ എന്നാ പറയാം. പക്ഷെ അതിന് ഇത് അസ്ബ്, അസ്ബ് എന്നല്ല കസ്ബ് എന്നാണ് യഥാർത്ഥത്തിൽ പറയാം. പക്ഷെ ആമ്യയിൽ ഇവിടുത്തെ ഒരു ഈജിപ്ഷ്യൻ സ്ലാങ്ങിൽ അസ്ബ് എന്നാണ് പറയാം, അസ്ബ്. അതുപോലെ കസ്ബ് എന്ന് പറഞ്ഞാൽ ഫുസ്സായ അറബി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ പറയില്ല, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടത്തെ ജ്യൂസിനൊക്കെ വെള്ളം ചേർത്ത് പഞ്ചസാരൊക്കെ ഇട്ടിട്ട് തീരുന്ന സാധനം ഉണ്ടാവാം. ഇത് പറഞ്ഞാൽ ഫ്രഷ് സാധനം, വെള്ളം ചേർക്കുന്നില്ല. അതേമാതിരി നേരെ എന്താ പറയുക, ഓറഞ്ച് നേരെ അടിച്ചിട്ട് അതേപോലെ ഫ്രഷ് സാധനമാണ് തീരുന്നത്. നാട്ടിലൊക്കെ കണ്ടാൽ നമുക്ക് എവിടെ പോയി നോക്കിയാലും വെള്ളം ചേർത്തിട്ടുള്ള സംഭവങ്ങളാണ് തീരുക. നിങ്ങൾക്ക് നല്ല ഫ്രഷ് സാധനം കുടിക്കണമെന്നുണ്ടെങ്കിൽ മിസ്റിന്ന് കുടിക്കണം, വേണം ഇങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പൈസ കൊടുക്കണം, പോയി നോക്കട്ടെ. എന്താ സൊഫാൻ കൊടുക്കാം. ഹബീബ് കം 70. 70 ഉറുപ്പ്യ എന്നാ പറഞ്ഞേട്ടോ. വാങ്ങി കുടുങ്ങിപ്പോയി. എന്തായാലും എന്താണ് നല്ല ഫ്രഷ് സാധനമാണ്, ഒന്നും പറയാനില്ല. അത് അടിപൊളി സാധനമാണ്. حبيب تفضل يا حبيب. ഇപ്പം എന്തായി, അടിപൊളിയല്ലേ? പൈസ അങ്ങോട്ട് പോയി പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ വേണം. മനസ്സെന്ന് ഇറങ്ങി.